എല്ലാവർക്കും വിഷു ദിനാശംസകൾ. എല്ലാവരും വിഷു ഒക്കെ അടിച്ചു പൊളിച്ചോ. എൻ്റെ വിഷു അത്ര നല്ലതായിട്ട് പോയില്ല. കാരണം എൻ്റെ മോനൊരു എക്സാം ഉണ്ടായിരുന്നു വിഷുവിൻ്റെ അന്ന്. അതുകൊണ്ട് കുറച്ച് ദൂരെയായിരുന്നു എക്സാം. ഞങ്ങൾ അവിടെയായിരുന്നു, അവരുടെ ഒരു കോളേജിൽ വെച്ചിട്ടായിരുന്നു എക്സാം. അപ്പോൾ ഞാൻ അവിടെയായിരുന്നു, കോളേജിലായിരുന്നു. അതുകൊണ്ട് വിഷുവിനൊന്നും ഒരുക്കാനോ ഒന്നും പറ്റിയില്ല. അതൊക്കെ പോട്ടെ. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും വിഷു ഒരുക്കാൻ അറിയായിരിക്കും. അറിയാൻ വയ്യാത്തവർക്കായി നമുക്കൊരാൾ വിഷു കണി എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്നുണ്ട്. അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. മുസ്ലിംസ് ആയതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ നമുക്ക് ഏക ഇലാഹ അല്ലാഹ്. അപ്പോൾ നമുക്ക് അങ്ങനെ രൂപങ്ങളൊന്നും വെച്ചിട്ടല്ല നമ്മൾ വിഷുക്കണി ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു വർഷത്തെ ഫലം ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭക്ഷ്യ സാധനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ വിഷുക്കണി ഒരുക്കുന്നത്. അപ്പൊ അതെല്ലാം കാണാം. നീ എന്തെങ്കിലും ചിരിക്കുന്നത്? നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ ഇതിൽ വെക്കാൻ വിചാരിച്ചു. കാരണം നല്ല ഭംഗിയില്ല, കാരണം പൂക്കളം പോലെ കുറച്ച് കാണാനും വെറൈറ്റി ഇല്ലേ. പൂക്കൾ ഓണത്തിന് അല്ല, ഒരു ഫ്ലവർ വെച്ച പോലെ ഇല്ലേ, നല്ല ഭംഗിയില്ല കാണാൻ. ഇതാ ഫസ്റ്റ് അരിയാണ് വെക്കുന്നത് കേട്ടോ, കാരണം അന്യം നിന്ന് പോകരുതല്ലോ. അപ്പോൾ നല്ല വെള്ളരിയാണ്. ഇത് മഹാവിഷ്ണുവിനെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ പറയുന്ന ഒരു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. വാൽക്കണ്ണാടി ഒരു ദേവിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഏത് ദേവിയാണെന്ന് ഞാൻ മറന്നുപോയി. പിന്നെ ദേവി. അപ്പോൾ എല്ലാവർക്കും വിഷു കണി എങ്ങനെയാണ് ഒരുക്കേണ്ടത്, എങ്ങനെയാണ് വിഷു കണി കാണേണ്ടത് എന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാനല്ല. ഇനി നമുക്ക് ഒരു പ്രത്യേക തരം വിഷു കണി കാണലും പിന്നെ വിഷുവിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് കാണാം. ഭഗവാനെ, നമ്മളൊന്നും വിഷു ഒന്നും ആഘോഷിച്ചിട്ടുമില്ല, വിഷുവിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല നമുക്കൊന്നും. ഇവർക്കൊക്കെയാണ് വിഷുവിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത്. പക്ഷേ 3 ആണുങ്ങൾ കൂടി അതെല്ലാം ചെയ്യുന്നതെന്നാ നോക്കാം. 3 പേരും എനിക്ക് ആണുങ്ങളായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. എന്തൊക്കെയായാലും കാണാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഓക്കെ, വിഷു ഷൂട്ട് കാര്യങ്ങൾ എല്ലാം വേണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഒരുങ്ങി എടുത്ത് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് റീച്ചൊക്കെ കിട്ടും, കുറച്ച് നന്നായിട്ടുണ്ടാവും എന്നൊക്കെ അറിയാം. പക്ഷെ നമ്മൾ ഹിന്ദുക്കൾ ഇല്ലേ വിഷു എല്ലാം ചെയ്യാനായിട്ടൊക്കെ, എന്നിട്ട് എന്താ കാണിച്ചു കൂട്ടുന്നത്? കൊള്ളാം. അവരവരുടെ സന്തോഷത്തിന് ഓരോന്ന് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ സന്തോഷത്തിന് ഓരോന്ന് ചെയ്യുന്നു. അങ്ങനെ കരുതിയാൽ മതി. ഫോൺ കട്ടാക്ക്, വാ സെൽഫി എടുക്കാം. വിഷു സെൽഫി നമുക്ക് സ്റ്റാറ്റസ് ഇടാൻ. ഇവിടെ വാ, എങ്ങോട്ട് നോക്കുന്നത്? അന്റെ കോഴിത്ര ഇപ്പോഴും മാറ്റില്ലല്ലേ? ഞാൻ അതെല്ലാം നോക്കി. പിന്നെ നീ നോക്ക്, ഒരു വിഷുവായിട്ട് കുട്ടി എടുക്കുന്ന ഡ്രസ് നോക്ക്. അതിനൊക്കെ എന്റെ ജാസി നോക്ക്, അണിഞ്ഞറിയും മുല്ലപ്പൊക്കെ ചൂടിട്ടേ വരുള്ളൂ. പെട്ടെന്ന് ജാസി തന്നെ പറയുന്നുണ്ട് ജാസിയുടെ ഭർത്താവ് ഒരു കോഴിയാണെന്ന് പറയുന്നിട്ട്. നിന്റെ കോഴിത്തര ഇതുവരേക്ക് മാറ്റിയിട്ടില്ല. ഭർത്താവിന് നന്നായിട്ട് സോപ്പിടാൻ അറിയാം. അപ്പോൾ എന്താ പറയുന്നത്? നീ എത്ര സുന്ദരിയായിട്ടുണ്ടോ, പോയി പെൺകുട്ടി കണ്ടില്ലേ ഡ്രസ്സ് ഇട്ട്, ഇങ്ങനെ വേണം. ജാസി അങ്ങ് നാണം കൊണ്ടങ്ങ് തറയിൽ കളം പറിച്ചു. കളം പറിച്ചു. ജാസിക്കല്ലേ കുറച്ച് നാണം കൂടുതലാ. എന്തിനാണോ എന്തോ. ആശി ഒരു കോഴിയാണെന്ന് ജാസി തന്നെ പറയുക. എന്ത് ചെയ്യാം? അടുത്ത് കാണാം. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു. അപ്പോൾ ഞാൻ ഈ വിഷു സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഈ വിഷു എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഒരുപാട് പേരാണ് എൻ്റെ പൊന്നുസഖി മിസ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ്? പൊന്നുസഖി എന്തിനാ പിണക്കം എന്നോട്, എന്തിനാ അല്ലപ്പോ നീ കൽബ് വേദന, എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇതാണ് ചെയ്യുന്നത്. കൊള്ളാം. ഇനി നമുക്ക് നമ്മുടെ രേണുവിൻ്റെ വിഷു ആഘോഷം കണ്ടാലോ. പടക്കം പൊട്ടിക്കുന്നത് എങ്ങനെയാണ്, ഈ പടക്കത്തിൽ നക്ഷത്രങ്ങൾ വരുന്നതെന്ന് നമ്മുടെ രേണു എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. എന്റെ നെഗറ്റീവ് പറയുന്നവർക്കും എന്റെ പോസിറ്റീവ് പറയുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി വിഷു ആണ്. നേരെ സ്റ്റാറുകളാണ് സ്റ്റാറുകളാണ് എങ്ങനെ വരുന്നത്? കുലങ്കശായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എങ്ങനെയാ? കമ്പി കത്തി ഓരോ സ്റ്റാറുകളും പുറത്തു വരുന്നു. അങ്ങനെയാണ് ഉണ്ടായത്. കമ്പി കത്തിയാണ് സ്റ്റാർസ് ഉണ്ടാവുന്നത്. യെസ് ഗൈസ്, അങ്ങനെയാണ്. നമ്മുടെ ജാസിയുടെ തീർന്നിട്ടില്ല. ജാസിയുടെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇത് മാത്രം പിടിച്ചാൽ മതി. മണി. ഇനി നമ്മുടെ ജാസിയുടെ ഒരു ദീനരോധനം കേൾക്കാം. ജാസിയുടെ വീഡിയോ വെച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം മില്യൺസ് വ്യൂസ് ഉണ്ടാക്കുന്നു എന്നാണ് ജാസിയുടെ പരാതി. നമുക്കൊന്ന് കാണാം. ആദ്യം താടി വെച്ച് വീട് ചെയ്ത സമയത്തുള്ള പറഞ്ഞു ഒന്നെങ്കിൽ നീ പെണ്ണാവും അല്ലെങ്കിൽ ആണാവുന്നു. ഇപ്പൊ ഞാൻ ഒരു ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ അപ്പോൾ അവർക്ക് വേറെ പ്രശ്നങ്ങളാണ്. ഓപ്പറേഷൻ കഴിഞ്ഞോ, എല്ലാ സാധനവും കഴിഞ്ഞോ, പൂർണ്ണമായി പെണ്ണായോ, അല്ലെങ്കിൽ അങ്ങനെ ആയോ ഇങ്ങനെ ആയോ, നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ്. ഫാമിലി ഓഡിയൻസ് എന്റെ വസ്ത്രധാരണ നോക്കിയാണോ എന്നെ ഇഷ്ടപ്പെടുന്നത്? അതെ, തീർച്ചയായിട്ടും. ഒരിക്കലും അല്ല. ഒരാളുടെ വസ്ത്രധാരണ നോക്കി നമ്മൾ അവരെ ഇഷ്ടപ്പെടാൻ പാടില്ല. അതായത് എനിക്ക് വൾഗർ ഞാൻ പറയില്ല. ഞാൻ അതിൽ കോൺഫിഡന്റ് ആയിരുന്നു. ഞാൻ അത് നല്ല രീതിയിൽ ചെയ്തു. പക്ഷെ അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഇനി ഞാൻ നിങ്ങളുടെ പഴയ ദീപ്തി കല്യാണം ആയിട്ട് തിരിച്ചു വരും. മനസ്സിലായോ?
ഫാമിലി ഓഡിയൻസ് എൻ്റെ വസ്ത്രധാരണം കണ്ടാണോ എന്നെ ഇഷ്ടപ്പെടുന്നത്? അവരെ ആർക്കാണ് ഇഷ്ടം? നേരത്തെ അവരുടെ കുറച്ച് സാഡ് സ്റ്റോറിയൊക്കെ പറഞ്ഞ സമയത്ത് ആദ്യമൊക്കെ അവരെ കുറച്ച് ഇഷ്ടമായിരുന്നു പലർക്കും. അവരുടെ ഒരു ലൈഫ് സ്റ്റോറിയൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര കഷ്ടം തോന്നിയിരുന്നു. അന്നൊക്കെ കുറച്ചൊരു ഒരു ഒരു ചെറിയൊരു സാധാവും ഒരു ഇഷ്ടമൊക്കെ തോന്നിയിരുന്നു. പക്ഷേ അവരുടെ ഇപ്പോഴുള്ള ഈ വൾഗാരിറ്റി, അവരെന്നെ പറയുന്ന വൾഗാരിറ്റി കാണിക്കുന്നുണ്ടെന്ന്, റീച്ച് കിട്ടാനും ആളുകളെ ശ്രദ്ധിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അവർ നല്ല അല്ലാതെയൊക്കെ നടന്നിട്ടൊന്നും അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ വിചാരിച്ചു അവർ കുറച്ച് വൾഗറായിട്ടൊക്കെ ഡ്രസ്സൊക്കെ ധരിച്ച് കുറച്ച് വൾഗാരിറ്റി കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഊഞ്ഞാലാടുന്നതൊക്കെ ഒരു റീൽസ് ഉണ്ട്, എൻ്റെ പൊന്നേ, അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കുമെന്ന് ചോദിച്ചു. നമ്മുടെ ജാസിയും അത് കണക്ക് തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ കുറച്ച് വൾഗാരിറ്റിയും എന്തെങ്കിലുമൊക്കെ കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കാത്തപ്പെടാനും റീച്ച് കിട്ടാനും വേണ്ടി എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറയുക, വൾഗാരിറ്റി കാണിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോഴത്തേനും ആൾക്കാർ അവരെ കാണുന്നുണ്ട്. നേരത്തെ ഫസ്റ്റ് ആഷി തന്നെ പറയുന്നുണ്ട് താടിയൊക്കെ വെച്ചിട്ട് ഉള്ള റീൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടാകും, അന്നൊന്നും വലിയ വ്യൂസ് ഇല്ലായിരുന്നു. അതിൽ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം, അതേ നോക്കൂ. ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവരെ ആരും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു, വലിയ വ്യൂസ് കിട്ടുന്നില്ലായിരുന്നു, റീച്ച് ആവുന്നില്ലായിരുന്നു. അപ്പോൾ ജാസി ട്രാക്ക് മാറ്റി പിടിച്ചു, പെണ്ണായിട്ട് പിന്നെ കുറച്ച് മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ഇട്ട്. നമ്മളൊക്കെ ഇങ്ങനെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജാസിനൊക്കെ ആവും. പക്ഷെ നമുക്ക് അങ്ങനെ വേണ്ട, നമ്മളെ ആരും അങ്ങനെ അധികം ശ്രദ്ധിക്കപ്പെടേണ്ട, നമ്മളിങ്ങനെ പാവങ്ങളെ ഒരുങ്ങിയും ജീവിച്ചോളാം. ആരും പോവരുത്. ഒരു പ്രധാനപ്പെട്ട ഒരു പാട്ട് കേൾക്കാനുണ്ട്. നിങ്ങൾ ആരും ഈ പാട്ട് കേട്ടിട്ടില്ല. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? പക്ഷെ ഇങ്ങനെ നിങ്ങൾ ആരും കേട്ടിട്ടില്ല. എൻ്റെ ദൈവമേ, എന്തുവാ ഈ പാടി ഫലിപ്പിക്കുന്ന? കേൾക്കാം. കണി കാണും നേരം കമലാനേത്രന്റെ കേറും മഞ്ഞ തുകിൽ ചാത്തി കലകിങ്ങിണി വളകൾ തീരം അണിഞ്ഞു കാണണം ഭഗവാനെ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിശുദ്ധനാശംസകൾ. എങ്ങനെയുണ്ട് ഈ പാട്ട്? ആരെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. എല്ലാവർക്കും വിശ്വാസംസകളൊക്കെ നേർന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ആ പാട്ടിനെ ജാസിയുടെ രീതിയിൽ അങ്ങട് നിർമ്മിച്ചെടുത്തു ഗൈസ്. പല സ്ഥലത്തും പല നല്ല വേർഡുകളും ഒക്കെ ചേർത്ത് നല്ല രീതിയിൽ എന്തായാലും ആ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും എന്റെയും വിഷു ആശംസകൾ. ബൈ.